അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞു കാണൂലേ. എന്നാലും നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയാണ്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കാരണം നമ്മളെ പോലെ തന്നെ ഒരു കുടുംബം ഉള്ള ഒരാൾ തന്നെയല്ലേ ഇദ്ദേഹം. മാത്രമല്ല, ഈ ഒരു ഉമ്മാൻ്റെ കണ്ണുനീര് കാണാൻ പോലും നമുക്ക് പറ്റണില്ലല്ലേ. അള്ളാഹു ഇതുപോലത്തെ അപകടത്തെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഇതൊരു അപകടം തന്നെ പറയാം. ഒരു കയ്യബദ്ധമാണെങ്കിലും അയാളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം എന്തായാലും ഇത് ചെയ്യൂലല്ലോ. ഇങ്ങനത്തെ ഓരോരോ ഇടങ്ങേറിൽ കുറേ ആൾക്കാർ കഴിയണുണ്ടാവും അല്ലേ. നമ്മളറിയണ കുറേ കേസുകൾ ഇപ്പം തന്നെ 18 എത്രയോ വർഷമായിട്ട് ഇപ്പോഴല്ല ഇപ്പം ഞാനൊക്കെ ഇത് ഇപ്പോഴല്ലേ അറിയണത്. അതേപോലെ ഇന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും ഈ ഒരു സംഭവം ഇപ്പം അറിയണമല്ലേ. അപ്പോൾ അതേപോലെ കുറേ സംഭവങ്ങൾ നമ്മൾ അറിയാത്തതുണ്ടാവും. അപ്പം അങ്ങനത്തെ അപകടത്തിൽ നിന്നൊക്കെ എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എല്ലാവരും ഇന്നത്തെ ദിവസത്തിൻ്റെ പുണ്യം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. കഴിയണ സഹായം ചെയ്യുകയും ചെയ്യാം. പോരാത്തത് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇപ്പം നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള നമുക്കതിൻ്റെ ഒരു ടെൻഷൻ എത്രയേക്കാരല്ലേ. അപ്പോൾ ഈ ഒരു ഉമ്മാൻ്റെ കണ്ണുനീരെങ്കിലും കണ്ട് എല്ലാവരും ഈ റഹീമിന് ആ ഒരു പൈസ പെട്ടെന്ന് എത്തുകയും ചെയ്യട്ടെ. അള്ളാഹിൻ്റെ ഖജനാവിൽ എത്രങ്ങാനും മുതലുണ്ടല്ലേ. അള്ളാഹു വിചാരിച്ച അതിനൊന്നൊരു പണിയില്ല. അപ്പോൾ അള്ളാഹിനോട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഈ ഒരു ദിവസത്തിൻ്റെ സമയത്തിൻ്റെ പുണ്യം കൊണ്ട് ആ 34 കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ ആരെയാണോ ഏൽപ്പിച്ചിട്ട് പോലെ ഏൽപ്പിച്ച് ഇദ്ദേഹത്തിന് നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്താൻ ആ ഒരു ഉമ്മച്ചിക്ക് ഇതിനൊന്ന് കാണാൻ എന്തൊരാഗ്രഹം ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇന്നത്തേക്ക് പ്രാർത്ഥന എന്തായാലും അള്ളാഹു കേൾക്കാതിരിക്കൂല, കാണാതിരിക്കൂല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായാലേ ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു റഹീമിൻ്റെ ജീവൻ്റെ വില 34 കോടി രൂപയാണ്. ഇനി ആകെ 9 ദിവസം ഉള്ളൂ കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇനിയുള്ള ദിവസം ആകെ 9 ദിവസമാണ്. അള്ളാഹു ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിലേക്ക് കൊടുക്കാനും മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ അതേപോലെ ഇതിലേക്ക് പൈസ കൊടുത്ത് സഹകരിച്ച എല്ലാവർക്കും ഇരു ലോകത്തും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ. ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ദുആ ചെയ്യുക. അള്ളാഹുവേ, ആ ഒരു റഹീമിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണേ. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ പുണ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മളെല്ലാവരും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ടും അപകട മരണത്തെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.